ദില്ലി ജന്തർ മന്ദിറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊല്ലണമെന്ന RSS ആശയ പ്രചാരകൻ TG മോഹൻദാസിന്റെ പ്രസ്താവനയ്ക്കെതിരെ കേസെടുക്കാത്തതിൽ പ്രതിഷേധം ശക്തം. മോഹൻദാസിന്റെ പ്രസ്താവന കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നതാണെന്ന് BNS-ലെ 196 വകുപ്പ് പ്രകാരം കേസെടുക്കേണ്ടതാണെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം സംഘപരിവാർ പ്രചാരകൻ കലാപാഹ്വാനം നടത്തിയിട്ടും UDF സർക്കാരിന് കീഴിലെ പോലീസ് നടപടിയെടുക്കാത്തത് ഞെട്ടലുണ്ടാക്കുന്നുവെന്ന് രാഷ്ട്രീയ രംഗത്തുള്ളവർ പ്രതികരിച്ചു. തനിക്ക് അവസരം ലഭിച്ചിരുന്നെങ്കിൽ സമരം ചെയ്യുന്നവരെ വെടിവെച്ചു കൊല്ലുമായിരുന്നു എന്ന TG മോഹൻദാസിന്റെ വിവാദ പരാമർശത്തിനെതിരെ SFI പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കാത്തതിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. ജനാധിപത്യപരമായ പ്രതിഷേധം നടത്തുന്ന വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് വെടിവെപ്പ് നടത്തണമെന്നും അതിലൂടെ നിരവധി പേർ കൊല്ലപ്പെടുകയും അംഗഭംഗം സംഭവിക്കുകയും ചെയ്യുമെന്ന് പരസ്യമായി പറയുന്നത് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നും സമൂഹത്തിൽ സംഘർഷം സൃഷ്ടിക്കാൻ കാരണമാകുന്നതാണെന്നും SFI പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. മോഹൻദാസിന്റെ പ്രസ്താവന കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നതാണെന്നും പഴയ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 153A വകുപ്പിന് സമാനമായി BNS-ലെ 196 വകുപ്പ് പ്രകാരം മോഹൻദാസിനെതിരെ കേസ് നിലനിൽക്കുമെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സംഘപരിവാർ പ്രചാരകൻ കലാപാഹ്വാനം നടത്തിയിട്ടും UDF സർക്കാരിന് കീഴിലെ പോലീസ് നടപടിയെടുക്കാത്തത് ഞെട്ടലുണ്ടാക്കുന്നുവെന്ന് CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി S. സതീഷ് പ്രതികരിച്ചു. അത് യഥാർത്ഥത്തിൽ ഒരു മലയാളിക്ക് അപമാനം ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. അതിനേക്കാൾ ഏറെ എന്നെ ഞെട്ടിക്കുന്ന ഒരു കാര്യം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ ഒരു കേസ് പോലും എടുത്തിട്ടില്ല കേരളത്തിൽ എന്നുള്ളതാണ്. VD സതീശൻ സർക്കാർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മോഡി സർക്കാരാണോ, മോഡിയുടെ B ടീമാണോ VD എന്ന ചോദ്യം കഴിഞ്ഞ കുറേ അനുഭവത്തിലൂടെ ഇപ്പോൾ മലയാളികൾ ചോദിക്കുന്നുണ്ട്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്തുണ അറിയിച്ച റാപ്പർ വേടന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നടത്തിയ പ്രതിഷേധ പരിപാടിക്കെതിരെ കേസെടുത്ത പോലീസ് എന്തുകൊണ്ടാണ് പരസ്യമായി കലാപാഹ്വാനം നടത്തിയ TG മോഹൻദാസിനെതിരെ കേസെടുക്കാത്തതെന്നും S. സതീഷ് ചൂണ്ടിക്കാട്ടി. വേടന് ഉൾപ്പെടെയുള്ള 90 പേർക്കെതിരെ കേസെടുത്തില്ലേ? എന്നാൽ ഇങ്ങനെ വെടിവെച്ച് കൊല്ലണമെന്ന ഏറ്റവും ഭീകരമാവുന്ന സ്റ്റേറ്റ്മെൻറ്റ് നടത്തി, വിദ്വേഷം ജനിപ്പിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നടത്തി, രാജ്യവിരുദ്ധ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്ന ഒരു RSSകാരനെതിരെ ഒരു കേസെടുക്കാൻ VD ഗവൺമെൻറ് തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? കൈരളി ന്യൂസ്, കൊച്ചി.